ഹേ ഗായ്സ് എന്തൊക്കെയുണ്ട്? ഇന്ന് ഞങ്ങള് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിട്ടോ. വേറൊന്നല്ല, എന്റെ മൊബൈലിന്റെ സ്ക്രീൻ കവറും അതുപോലെ തന്നെ ക്യാമറയുടെ ആ ഒരു കവറൊക്കെ മാറ്റണമെന്നുണ്ടായിരുന്നു. അപ്പൊ മൊത്തം സ്ക്രാച്ച് ആയിട്ടുണ്ട്. നീലുവിന്റെ കയ്യിലാണല്ലോ ഫുൾ ടൈം. അപ്പൊ സ്ക്രാച്ച് ആവാതിരിക്കൂല, ഊഹിക്കാലോ. അവൻ എപ്പോഴും എടുത്ത് കളയാനും കയ്യിലിട്ട് അമ്മാനമാടാനും ഉപയോഗിക്കുന്ന ഒന്നാണ് എന്റെ മൊബൈല്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കേ എനിക്ക് മൊബൈലിന്റെ സ്ക്രീൻ കവർ മാറ്റേണ്ട കാര്യം വരാറുണ്ട്. അപ്പൊ ഇന്നങ്ങനെ നമ്മള് സ്ക്രീൻ കവറൊക്കെ മാറ്റി എന്തേലും കഴിക്കണം എന്ന് വിചാരിച്ചു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ചെലവാ. എന്തേലൊക്കെ കഴിക്കാൻ തോന്നും. അപ്പൊ മോനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അവന് ബ്രോസ്റ്റഡ് മതീന്ന്. ബ്രോസ്റ്റഡ് KFC ന്നാണ് ട്ടോ അവൻ പറയാ. ബ്രോസ്റ്റഡ് എന്ന് അവന് പറയാൻ കിട്ടില്ല. KFC എന്ന് പറയും. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മുടെ ബഹ്റൈൻ ട്യൂബ്ലിയിലുള്ള ചിക്കറ്റിലോട്ട് പോവാന്ന്. അപ്പൊ അവിടെ നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ആണ് കേട്ടോ. എനിക്ക് ചിക്കറ്റിലെ ബ്രോസ്റ്റഡും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു മെയിൻ ഐറ്റം ചിക്ക് പിസ്സ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അതും കൂടെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ നീലു വന്നപ്പോൾ കാറുന്നത് ഈ ഒരു മൊട്ടത്തലയും ബൊമ്മേനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആകെ ശോകാവസ്ഥയിലാണ്. അതിന്റെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും അവനത് കയ്യിൽ പിടിച്ചിട്ട് വന്നു. പിന്നെ ഇതേ നമ്മുടെ ഈ ഒരു ചിക്കറ്റിലെ മുകളിലോട്ട് പോകുന്ന ഒരു ഏരിയ ഇല്ല. കോണിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഫ്രെയിം പോലത്തെ ഒരു ഏരിയ ഉണ്ട്. നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ഏരിയ കേട്ടോ. അപ്പം നീലുവിനെ കൊണ്ട് കുറെ പോസ് ഒക്കെ ചെയ്യിപ്പിച്ച് ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പൊ അവന്റെ ആ ഒരു ഡ്രസ്സും ആ ഒരു എന്താ ആ ഒരു ചെയറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ നീലുവിന്റെ മതി ട്ടോ. ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങള് ഫുഡ് കഴിക്കാൻ മുകളിലോട്ട് പോയിട്ടോ. ഇവിടെ ഈ ഒരു ചെറിയ സ്പേസ് ആണ് താഴെയുള്ളത്. മുകളിൽ കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. അപ്പൊ നമ്മൾ അധികവും ഫുഡ് കഴിക്കാൻ വന്ന മുകളിലോട്ട് പോകും. അപ്പോ അങ്ങനെ നീലു പറഞ്ഞു അവൻ ഒറ്റക്കന്നെ പടി കയറി പോണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാശിയിൽ അവൻ തന്നെ പടി കയറുകയാണ്. ഇപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ സ്റ്റെപ്സ് കയറാൻ വേണ്ടിയിട്ട്. അവന് ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ടൊക്കെ കയറുമ്പോൾ അവൻ പറയും നീലുവിന് കയറണം എന്നപ്പോ ഞങ്ങളെ അലോ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മള് ചിക്കറ്റിന്റെ മുകൾ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ അവിടെ എത്തി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് നോക്കുകയാണ് കേട്ടോ. ആരുമില്ല. ഭയങ്കര നിശബ്ദത, കാം ആൻഡ് ക്വയറ്റ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ. സാധാരണ വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ അടുക്കാൻ കഴിയില്ല. അത്രയും തിരക്കാണ്. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. മേ ബി ഇനി ലേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ കഴിക്കാൻ വരുമായിരിക്കും. ഇതോ നീലു ആണെങ്കിൽ അവന്റെ ഹൈ ചെയർ ഒക്കെ എടുത്തിട്ട് വരും കേട്ടോ. ഭയങ്കര ഷോ ഓഫില്. സാധാരണ വീട്ടിലത്തെ ഹൈ ചെയറിലൊക്കെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആകെ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം മാത്രമാണ് അവനായിട്ട് ഹൈ ചെയറിൽ ഇരിക്കണം എന്ന് പറയല്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അതിന്റെ വീഡിയോ സുചേട്ടൻ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു സ്പേസ് കണ്ടു. നമ്മൾ ആ ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ അധികം വന്നാൽ ഈ ഒരു കോർണറാണ് കേട്ടോ പ്രിഫർ ചെയ്യാറ്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ബാക്കിൽ ഒരു വിൻഡോ ഒക്കെ വരുന്നതുകൊണ്ട് പുറത്തോട്ടൊക്കെ നോക്കി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നീലു ഇപ്പോഴേ ഫുഡ് കഴിക്കേണ്ട ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ എത്തിയിട്ടുണ്ട്. അപ്പോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ബ്രോസ്റ്റഡ്. പിന്നെ അതിന്റെ കൂടെ കുബൂസ് ഉണ്ടാവും. പിന്നെ മയോണൈസും ബാക്കി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു കോംബോ പാക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് സിംഗിൾ ആയിട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ചിക്കൻ പീസ് മാത്രമായിട്ട്. അതിലെ കോംബോ ആയിട്ട് വരുമ്പോൾ അതിന്റെ കൂടെ ഡ്രിങ്ക്സും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ. അപ്പൊ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കഴിക്കുകയാണ്. നീലും അതുപോലെ തന്നെ കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവനിതാ ഭയങ്കര താല്പര്യത്തോടെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദേ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ചിക്ക് പിസയാണ് കേട്ടോ ഇത്. ഇത് പിസ്സയും ബ്രോസ്റ്റഡും കൂടൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു 3 BD റേറ്റ് വരുന്നത്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിലിങ്ങനെ 4 പീസസ് ആയിട്ട് ഉണ്ടാവും. അതിന്റെ മുകളിൽ ഒലീവും നല്ല ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് നല്ല നല്ല ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ചിക്ക് പിസയും അതുപോലെ ബ്രോസ്റ്റഡ് ഒക്കെ കഴിച്ച് വയറ് നിറച്ച് ഞങ്ങള് ബാക്കി പാർസലായിട്ട് കാരണം ഫുള്ള് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പാർസലാക്കിയിട്ട് ഞങ്ങള് വീട്ടിലോട്ട് പോയി. ഇതുപോലെ കുറെ കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് ട്ടോ. ഈ ട്യൂബ്ലി ഏരിയയിൽ ഇങ്ങനെ ഒരുപാട് ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ സെല് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്.